യുവതികൾക്കിടയിലുള്ള വിവാഹപ്പേടി ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ഇന്ന് പഠന റിപ്പോർട്ട് വരികയാണ്. മനോരോഗ വിദഗ്ധനായ നിധിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാട്രിമോണി വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്തവരുടെ കണക്കുകളാണ് പഠന വിധേയമാക്കിയിട്ടുള്ളത്. യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ ആളെ കിട്ടാനില്ല എന്ന സാഹചര്യം, അതായത് ആണുങ്ങൾക്കാണെങ്കിൽ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാനില്ല എന്നുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നുള്ളതാണ് ഈ കണക്കിൽ പറയുന്നത്. അതെന്താണ് ഈ പഠന റിപ്പോർട്ട് എന്ന് നമുക്ക് നോക്കാം. കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ മുതലായവ നിർവഹിക്കുന്നതിനുള്ള വിമുഖതയ്ക്ക് ഗാമോഫോബിയ എന്നാണ് പറയുന്നത്. കൂടാതെ ഗർഭം ധരിക്കുന്നതിനുള്ള താല്പര്യക്കുറവിന് ടോക്കോഫോബിയ എന്നും പറയും. കുട്ടികളെ വളർത്തുന്നതിനുള്ള മടിക്ക് പെഡോഫോബിയ എന്നും. ഈ 3 പ്രശ്നങ്ങളാണ് പെൺകുട്ടികൾക്കിടയിലുള്ള വിവാഹപ്പേടിക്ക് കാരണം. നമ്മൾ മാട്രിമോണിയൽ സൈറ്റുകളുടെയൊക്കെ പരസ്യങ്ങൾ എടുത്തു നോക്കിയാൽ കൂടുതലും പെൺകുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് പരസ്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദ്ദേശം കൂടുതലായിട്ടും പെൺകുട്ടികൾ സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു വർഷത്തെ ശരാശരി കണക്കെടുത്താൽ മാട്രിമോണി വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണം 3500, പെൺകുട്ടികളുടെ എണ്ണം 1500 മാത്രം. 2000 പേരുടെ വ്യത്യാസമാണ് അനുപാതത്തിലുള്ളത്. 2018 ശേഷമാണ് വിവാഹ വിമുഖത ഇത്രയും വർദ്ധിച്ചത്. ഇതിന്റെ സാമൂഹ്യ പ്രത്യാഘാതം പ്രതിഫലിക്കുക ഇപ്പോഴാകില്ല. ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് പലരും പറയുന്നതാണ് ലിവിങ് ടുഗദർ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പോസ്റ്റ് മോഡേൺ കമ്പാനിയൻഷിപ്പുകളൊക്കെ. എൻ്റെ പാർട്ട്ണറെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ ഞാൻ എപ്പോൾ കാണുമോ അപ്പോൾ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ച് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമെന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. ആ രീതിയിലുള്ള ഐഡിയകളെ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ട് അത് ഇൻ്റലക്ച്വലി ഡിസ്കസ് ചെയ്യേണ്ടുന്ന ആവശ്യകത ഉണ്ട്. സിനിമകളും നവമാധ്യമങ്ങളും വിവാഹ വിമുഖതയിലേക്ക് യുവതയെ നയിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള വാല്യൂ ഒക്കെ നമ്മൾ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മാരേജും ഫാമിലിയും ഒക്കെയാണ്. അപ്പോൾ മാരേജും ഫാമിലിയും എത്രത്തോളം ഫങ്ഷനിങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമോ അത്രത്തോളം ആ സൊസൈറ്റി ഏറ്റവും ഗുഡ്നെസ് ഉള്ളൊരു സൊസൈറ്റി ആയിരിക്കും എന്നുള്ളൊരു വസ്തുത നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബ ബന്ധങ്ങളുടെയും സമൂഹത്തിന്റെയും സന്തുലിതാവസ്ഥയ്ക്ക് വെല്ലുവിളിയാണ് നിലവിലെ സ്ഥിതി എന്ന് പറയുമ്പോഴും ഇതിനോട് വിയോജിക്കുന്ന വിഭാഗവുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.